Good day, students. Welcome to Linear. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ക്വാണ്ടിറ്റി സർവേ ആൻഡ് എസ്റ്റിമേഷൻ ആണ്. ആക്ച്വലി ക്വാണ്ടിറ്റി സർവേ എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ അത് സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് എല്ലാവരുടെ ഇടയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിലാണ് അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. കാരണം നമ്മൾ ഏതൊരു കൺസ്ട്രക്ഷൻ നടത്തുന്നതിന് മുമ്പ് കൺസ്ട്രക്ഷൻ്റെ മൂന്ന് ഫേസസിലും അത് ആപ്ലിക്കബിൾ ആണ്. അതായത് പ്രീ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ടൈമിൽ, അതുപോലെ പോസ്റ്റ് കൺസ്ട്രക്ഷൻ ടൈമിൽ എല്ലാം ക്വാണ്ടിറ്റി സർവേ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് വളരെ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിവിലാണ് എപ്പോഴും മനസ്സിലേക്ക് വരുന്നത്. അതേസമയം കൺസ്ട്രക്ഷൻ സിവിൽ അല്ലാതെ മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ ആണെങ്കിലും, ഈ പറയുന്ന ഇലക്ട്രിക്കൽ കൺസ്ട്രക്ഷൻ ആണെങ്കിലും, ഈ പറയുന്ന കെമിക്കൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്ത് പ്രോസസ് പ്ലാൻ കൺസ്ട്രക്ഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി സർവേ എടുത്തിട്ട് തന്നെയാണ് ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി സർവേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പ്രൊജക്റ്റ് ആദ്യത്തെ ലാൻഡ് സർവേ കഴിഞ്ഞതിന് ശേഷം, വെദർ ഇറ്റ് മേ ബി മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സിവിൽ കൺസ്ട്രക്ഷൻ ഏതും ആയിക്കോട്ടെ, അതിൻ്റെ ലാൻഡ് സർവേ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രൊജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുക, ആ ലാൻഡ് അക്വയർ ചെയ്ത് അതിലെന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെ ഡിസൈൻ ചെയ്യുക. അത് മെക്കാനിക്കൽ ആവാം, സിവിൽ ആകാം, അലൈഡ് സർവീസസ് ആകാം, എന്തുമാകാം. അപ്പോൾ അതിൽ ഇലക്ട്രിക്കൽ വരാം. അപ്പോൾ ഇലക്ട്രിക്കലിലും നമുക്ക് ക്വാണ്ടിറ്റി സർവേ ആവശ്യം വരും. അപ്പോൾ ഇത് ഒരു ഫീൽഡിലുള്ള ഒരു മെത്തേഡോ അല്ലെങ്കിൽ സിവിലിന് മാത്രം ഉള്ളതോ അല്ല ക്വാണ്ടിറ്റി സർവേ എന്ന് പറയുന്നത് ആക്ച്വലി. പക്ഷെ എല്ലാവരും എപ്പോഴും കേൾക്കുന്നത് സിവിൽ ക്വാണ്ടിറ്റി സർവേ മാത്രമാണ്. കാര്യം എന്താണെന്ന് മെക്കാനിക്കലിനും ഇതുപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പ്രോസസ്സ് ഡിസൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അനാലിസിസ്, അതായത് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കതിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈ പറയുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെ ബാധിക്കും, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെ ബാധിക്കും, ഇങ്ങനെയുള്ള അനലൈസേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം. നമ്മളൊരു സാധനത്തിന് പ്ലാൻ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അറിയണം എത്രത്തോളം ആ പ്ലാനിങ് വർക്കൗട്ട് ആവണമെങ്കിൽ നമുക്കറിയണം നമുക്ക് എത്രത്തോളം ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണം. നമ്മളുടെ ഡിസൈൻ പ്രകാരം നമ്മൾക്ക് മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം വേണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലാൻ ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ക്വാണ്ടിറ്റി സർവേയുടെ ആവശ്യം. ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും യൂസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കലിൽ യൂസ് ചെയ്യാം, മെക്കാനിക്കലിൽ യൂസ് ചെയ്യാം, സിവിലിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഡ്രോയിങ്സ് വെച്ചിട്ട് നമ്മൾ എത്രത്തോളം മെറ്റീരിയൽ നമ്മളുടെ പ്രോജക്റ്റിന് പർച്ചേസ് ചെയ്യേണ്ടി വരും എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു പ്രൊക്യൂർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ട് ഇതിന് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി സർവേ ചെയ്യുന്നത്. ഇത് മാത്രമല്ല ഇതിൻ്റെ കാര്യങ്ങൾ, ഇപ്പം നമുക്കൊരു പ്രൊജക്റ്റ് ടൈംലി ഡെലിവറി ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റി അറിയണം, ഇല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ്സ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ അക്കൗണ്ട്സിൽ വരുന്ന ട്രാൻസ്പെറൻസി എങ്ങനെയാണെന്ന് അറിയണം, ഇല്ലെങ്കിൽ പ്രോജക്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ റിലയബിലിറ്റി, അതിൻ്റെ ക്വാളിറ്റി, ഇതിനെപ്പറ്റിയൊക്കെ അറിയണം. ഇപ്പോൾ ഈ കാരണങ്ങളാൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു പ്രൊജക്റ്റിനെ ക്വാണ്ടിറ്റി മെഷർ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ ക്വാണ്ടിറ്റി സർവേ എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ്. നമ്മൾ ആദ്യം അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലിലും ക്വാണ്ടിറ്റി സർവേ ഉണ്ട്, ഇലക്ട്രിക്കലിലും ക്വാണ്ടിറ്റി സർവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സിവിലിലും ക്വാണ്ടിറ്റി സർവേഴ്സ് ഉണ്ട്. ലോകത്താകമാനം ഇത്രത്തോളം അധികം ജോലി വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി സർവേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മുൻപോട്ടുള്ള പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈസി മീൻസ് നമുക്കൊരു പ്രൊജക്റ്റ് ഏത് ടൈമിലാണ് ഇത് തുടങ്ങിയിട്ട് അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിന് എന്തോരം ലേബേഴ്സ് വേണം, ഏതെങ്കിലും ഒരു റിസ്ക് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതെങ്ങനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകും. ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ഈ ക്വാണ്ടിറ്റി സർവേ അല്ലെങ്കിൽ അവിടെ എത്രത്തോളം നമ്മൾക്ക് ആ മെറ്റീരിയൽസ് അവിടെ വേണം
എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം പ്രോപ്പർലി ഒരു പ്ലാനിങ് ഷെഡ്യൂളിൽ കൊണ്ടുവരാൻ പറ്റൂ. ഇപ്പം നിങ്ങൾക്കറിയാം പ്രൈമവേര പോലെയുള്ള പ്ലാനിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഈ സോഫ്റ്റ്വെയർസിൽ നിങ്ങൾ ഇത് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ പോലും ഒരു കൺസ്ട്രക്ഷൻ ഫേസിൻ്റെ സ്റ്റാർട്ടിങ്, ഇപ്പോൾ സിവിൽ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് പൈലിംഗ്, എക്സ്കവേഷൻ തൊട്ട് തുടങ്ങാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഫിനിഷിംഗ് വർക്ക്സ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ അത് ഇത്രത്തോളം മെറ്റീരിയൽ വേണം, ഇത്രത്തോളം എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആവും എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതൊരു പ്ലാനിങ്ങിലോട്ട് പോകുമ്പോൾ വളരെ നല്ലതായിട്ട് നമുക്ക് ആ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ക്വാണ്ടിറ്റി സർവേയുടെ ആവശ്യം. ഇത് ഒരു ഫീൽഡിലല്ല, എല്ലാ ഫീൽഡിലും ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും പരിചയപ്പെടുന്നത് സിവിലിനെ പറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സിവിൽ ബേസ് ചെയ്ത് മാത്രം ക്വാണ്ടിറ്റി സർവേ പറ്റി പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള നോളജബിൾ ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്ത നോളജബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സ്കിൽസിന് വേണ്ടി ലീനിയർ ഇന്ത്യയെ സമീപിക്കുക. താങ്ക് യു.